എന്നാൽ അത് പഴയടമെന്നാണല്ലോ വൈപ്പ്. കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ പഴയടത്തിൻ്റെ സദ്യ പൂർവാധികം ഭംഗിയായി നടക്കുമ്പോൾ തിരുവനന്തപുരത്തും പഴയടത്തിൻ്റെ സദ്യയുണ്ട്. ഇതെങ്ങനെ രണ്ടിടത്തും പഴയടത്തിൻ്റെ സദ്യ എന്ന് അതിശയിക്കേണ്ട. കോഴിക്കോട് അച്ഛൻ പഴയടമാണെങ്കിൽ തിരുവനന്തപുരത്ത് പഴയടത്തിൻ്റെ മകൻ യദു പഴയടമാണ് സദ്യ ഒരുക്കുന്നത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ സമ്മേളനം നടക്കുന്ന തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലെ ആണ് യദുവിൻ്റെ സദ്യ കഴിക്കാൻ ദിവസവും ആയിരക്കണക്കിന് പ്രതിനിധികൾ എത്തുന്നത്. സദ്യ മാത്രമല്ല, നല്ല അത്യുഗ്രൻ നോൺ വെജ് വിഭവങ്ങളും ഇവിടെയുണ്ട്. കലോത്സവത്തിന് ഒരിക്കലും നമുക്ക് നോൺ വെജ് കൊടുക്കാൻ പറ്റും. നോൺ വെജ് വിഭവങ്ങൾക്ക് വിളമ്പുന്നതിൻ്റെ സമയമുണ്ട്. ആ ടൈമിൽ വിളമ്പുന്നത്. ഹലോ യദു, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? എങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സമ്മേളനം അതിഗംഭീരമായിട്ട് ടാഗോർ തിയേറ്ററിൽ നടക്കുകയാണ്. അതെ അതെ അതെ. സദ്യയുടെ എങ്ങനെയാണ് പോകുന്നത്? അതിഗംഭീരമാണോ? പിന്നെ ഗംഭീരമാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതാണ്ട് ഒരുങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മളെല്ലാ ദിവസവും ഒരു പായസമുള്ള സദ്യയുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നോൺ വെജ് വിഭവങ്ങളുണ്ട്. നോൺ വെജ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡ് അങ്ങനെ കേരളമില്ല. നമ്മുടെ കേരള മീൽസാണ് മെയിനായിട്ട്. പിന്നെ കേട് പുലാവ് റൈസൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിഷും ചിക്കനും ഓരോ റെസിപ്പി, ഒരു ഫിഷിൻ്റെ റെസിപ്പി, ഒരു ചിക്കൻ റെസിപ്പി. പ്രധാന ഫിഷ് റെസിപ്പി എന്താണ്? ഫിഷ് കറി തന്നെയാണ്. ഫിഷ് കറി ഉണ്ട്, പിന്നെ നെയ്മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. ആധികാരികമായി അതിനെപ്പറ്റി പറയാൻ എനിക്കറിയില്ല. എന്നാലും നമുക്ക് വേണ്ടി ശരി ചെയ്യുന്ന ആൾക്കാരാണ് ചെയ്യുന്നത്. ഈ സംഘടന മട്ടൻ ബിരിയാണിയാണോ? അല്ലല്ല, മറ്റന്നാളാണ് മട്ടൻ ബിരിയാണി. ഇന്ന് മട്ടൺ, ഇന്ന് വൈകുന്നേരം ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കനും ഫിഷുമാണ്. പായസം എന്തൊക്കെയാണ്? പായസം എന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ പായസം. ഇന്നലെ പരിപ്പായസമായിരുന്നു, ഇന്നിപ്പം അടക്കുന്നവരാണ്, പിന്നെ നാളെ പാൽപ്പായസം. 4 ദിവസം ഓരോ പായസം കഴിക്കുന്നത്. ഈ സ്പെഷ്യൽ എന്താണ്? സ്പെഷ്യൽ പായസങ്ങളാണ് ഒന്ന് സ്പെഷ്യലായിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് സ്പെഷ്യൽ തരേണ്ട അച്ഛൻ കോഴിക്കോടല്ലേ. അച്ഛൻ കലോത്സവത്തിന് കോഴിക്കോട് കലക്കിയാണ്. അച്ഛനോട് പോകാൻ പറ്റുന്ന വിഷമം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കോഴിക്കോട് പോകാത്തതിൻ്റെ വിഷമം എനിക്കുണ്ട്. വരാത്ത വിഷമം അച്ഛന് ചിലപ്പോൾ കാണും. അച്ഛനെ പറ്റി എല്ലാവർക്കും അറിയാം. യദു എപ്പോഴാണ് ഈ ഫീൽഡിലോട്ട് വന്നത്? ഞാൻ അച്ഛനൊപ്പം തന്നെ ഉള്ളതാണ്. ഒരുവിധം മിക്ക മീഡിയയിൽ പ്രോഗ്രാംസുകളൊക്കെ നമ്മളും വരാറുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലാണ്ടൊക്കെ ഭംഗിയായിട്ടൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി എത്ര നാളായി? ഇപ്പം ഞങ്ങൾ ഒരു ടീമാണ്. ഞങ്ങളടങ്ങുന്ന അച്ഛനൊപ്പം ഞാൻ ഉൾപ്പെടെ ഒരു 10 ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ സൈഡിൽ ഞങ്ങൾ ചെറുതായിട്ട് പോകുന്ന ഒരു 4-5 പേരുണ്ട്. അച്ഛൻ കഴിഞ്ഞ് ഞങ്ങളൊരു 4-5 പേര് പോകുന്നുണ്ട്. ഞങ്ങൾ ഓരോ ടീമിൽ ഓരോ സൈഡിൽ എപ്പോഴും ഉണ്ടാവും. ശരിക്കും അച്ഛൻ്റെ വരുന്ന കാര്യങ്ങളാണ് എനിക്കിഷ്ടം. ഇപ്രാവശ്യത്തെ കലോത്സവത്തിനെ പറ്റി അവിടുത്തെ ഫുഡിനെ പറ്റി അച്ഛൻ എന്താ പറയുന്നത്? സംസാരിക്കാറുണ്ട്. പിന്നെ ഫോണിൽ കോൺടാക്ട് ഒക്കെ കോൺടാക്ട് വളരെ കുറവാണ്. വെല്ലത്തിലൊക്കെ അങ്ങനെ എപ്പോഴും വല്ല കോൺടാക്ട് ഒന്നും ഇല്ല. വിളിക്കലൊക്കെ കുറവാണ്. കലോത്സവത്തിനെ പറ്റി എന്താ പറയുക? നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്, വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഈ സംഘാടകരെയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ വിളിക്കും. എന്തെങ്കിലുമൊക്കെ പരാതികളോ വിലപ്പങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാറുണ്ട്. ഒരുവിധം ഞങ്ങൾ യാതൊരു പ്രശ്നങ്ങളും ഇത്തോളം ഉണ്ടായിട്ടില്ല. 3 വർഷങ്ങളാണ് ഇപ്രാവശ്യം ഒരു നോൺ വെജ് വിവാദമൊക്കെ വരുന്നത്. അതിനൊക്കെ എങ്ങനെ നോക്കി കാണുന്നത്? അതിനെ അതിൻ്റെ വഴിക്ക് വിടുന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ പ്രതികരിക്കാൻ പോയാൽ അത് വേറൊരു ചർച്ചാവിഷയമാവാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പം പറയുന്നവർക്ക് പറയാമെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ സ്കൂൾ കലോത്സവത്തിന് ഒരിക്കലും നമുക്ക് നോൺ വെജ് കൊടുക്കാൻ പറ്റും. അതിന് പല ചാനലിലും ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ നോൺ വെജ് വിഭവങ്ങൾക്കൊക്കെ വിളമ്പുന്നതിൻ്റെ സമയമുണ്ട്, ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ആ ടൈമിൽ വിളമ്പിച്ചത് കായികമേള എന്ന് വെച്ചാൽ ഫിസിക്കലിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാവുന്ന പ്രോഗ്രാംസാണ്. അവർക്ക് ഏത് ഭക്ഷണം അവർക്ക് ചിരിക്കാൻ പറ്റും. അപ്പോൾ ഈ കലോത്സവം കൊച്ചു കുട്ടികൾ ചിലപ്പോൾ കാണും, പെൺകുട്ടികളുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഈ നോൺ വെജിൻ്റെ ഭക്ഷണം അത് കഴിച്ചിരിക്കാത്തവർക്ക് എത്രമാത്രം കഴിച്ച് ജയിക്കാൻ പറ്റുന്നുള്ള അറിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടൊരു ഫണ്ടുണ്ട്. ഒരു ഈ ഭക്ഷണ കമ്മിറ്റിക്ക് ഒരു ബഡ്ജറ്റുണ്ട്. ആ ബഡ്ജറ്റിൽ പലചരക്കും പച്ചക്കറിയും അതിൻ്റെ പണിക്ക് വരുന്ന ആൾക്കാരുടെ കൂടിയും ഗ്യാസ് തുടങ്ങി എല്ലാം പണി തീരണം. അപ്പോൾ അതൊക്കെ ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ തീരത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഒരു വലിയൊരു ബേർഡനായിട്ട് സർക്കാരിനോ ഫുഡ് കമ്മിറ്റിക്കോ പിന്നെ വരാൻ പാടില്ല. അതാണ് വേറൊരു കാര്യം. പിന്നെയെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എനിക്ക് എല്ലാവർക്കും അറിയാം, ഈ ഫുഡ് പോയിസണൊക്കെ അത്രമാത്രം വലിയ ഭീകരമായിട്ടുള്ള പ്രശ്നമായിട്ടുള്ള സംഭവം ഒരു കുട്ടി തന്നെ. അതെ അതെ. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ശരിക്കും നോൺ വെജിൻ്റെ ഭക്ഷണം പിന്നെ ഇതിൻ്റെ ഒരു ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ആരക്ഷ എന്നുള്ളത് ഞങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യം. കാരണം ഇത് ഇത്ര സമയം കഴിഞ്ഞാൽ കമ്പനി വരുമ്പോൾ അത് വിളമ്പി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ആരെയും സംഘാടകരോ ഞങ്ങളോ ഒരു വലിയ ചോദ്യമാണ്. നോൺ വെജ് വിളമ്പാൻ സാധ്യതയില്ല. പറഞ്ഞെങ്കിലും അതിന് മന്ത്രി അവരുടെ അഭിപ്രായം പറഞ്ഞാൽ അപ്പോഴത്തേക്ക് ഇതിനെ എത്രമാത്രം പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു വാർത്തയ്ക്ക് എടുക്കാൻ ചെയ്യാനല്ലോ തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ ഉറപ്പായിട്ടും അതിന് അങ്ങനെ ഒരു ഇപ്പോൾ അപ്പം അങ്ങനെ സർക്കാർ പറയുന്നത് കലോത്സവത്തിന് നോൺ വെജ് വിളമ്പണമെന്ന് പറഞ്ഞാൽ നമ്മൾ വിളമ്പി കൊടുക്കും ഉറപ്പായിട്ടും. കാരണം നമ്മൾ പറയാണ്ട്. കാരണം നമുക്കെടുക്കാവുന്ന ഡിസിഷൻ അല്ല. ഇത് കുറേ പേര് ചേർന്ന് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അതിനൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമേ. പിന്നെ ഞങ്ങൾ ഒരിക്കലും നോൺ വെജ് വിളമ്പുന്നത് കൊണ്ട് നോൺ വെജ് വിളമ്പില്ലാന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ആൾക്കാരെ കൊണ്ട് ചെയ്യുന്നതാണ്. ഇവിടെ തന്നെ നമ്മൾ പുറത്തുനിന്ന് പാത്രം വാടകയ്ക്ക് എടുത്ത് വേറെ ആൾക്കാരാണ്. നിങ്ങൾ തന്നെ നോക്കി അറിയാം, ഇത് നമ്മുടെ പാത്രങ്ങളല്ല തോന്നുന്നു. നമ്മുടെ പാത്രങ്ങളൊക്കെ അച്ഛനടുത്ത് കോഴിക്കോടാണ്.
നമുക്ക് പുറത്തുനിന്ന് പാത്രങ്ങൾ അടക്കം ഔട്ട് സോഴ്സ് ചെയ്യുന്ന ഇവൻസാണ്. ഇവിടെ നോർമലി അത് ചെയ്യിക്കുന്നുണ്ട്, നമ്മുടെ മേൽനോട്ടത്തിലാണ് ചെയ്യുന്നത്. ഇതിന് ക്വാളിറ്റി ബേസ് ഒന്നും എനിക്ക് എപ്പോഴും അറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ബാക്കി നമ്മൾ നോക്കി വേണം. സന്തോഷം. താങ്ക് യു.